അതിഥി തൊഴിലാളി ഒരു മുതലാളിയായി തിരൂരിലൊരു ഹോട്ടൽ തുടങ്ങി. ആ ഹോട്ടലിൽ മലയാളികളടക്കമുള്ളവർ പണിയെടുക്കുന്നു, മാന്യമായി കച്ചവടം ചെയ്യുന്നു. ഈ വർഷാന്ത്യത്തിൽ ഇത് പറയുന്നത് അതിഥി തൊഴിലാളിയെക്കുറിച്ച് സവിശേഷമായ ഇഷ്ടം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പേര് അക്രമായതുകൊണ്ടോ ആണെന്ന് ആരും ധരിക്കരുത്. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക് ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നാളുകളിൽ ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നമ്മുടെ മലയാളികളുടെ അടുത്ത തലമുറ പണിയെടുത്താൽ അത്ഭുതപ്പെടാനില്ല. അതിന് കടിച്ചതുകൊണ്ടോ ചൊറിഞ്ഞതുകൊണ്ടോ കിരികിരിപ്പുണ്ടായതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടാനും പണിയെടുക്കാനും കഴിയുന്നവൻ്റേതാണ് ലോകം. അതിപ്പോൾ ഇവിടെ അതിഥി തൊഴിലാളി വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുകയും നമ്മൾ അതിഥി തൊഴിലാളികളെപ്പോലെ മറ്റ് രാജ്യങ്ങളിൽ പോയി അവർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുത്ത് കച്ചവടം ചെയ്യുന്ന ആ ഭൂതകാലവും വർത്തമാനകാലവും കൂടി ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ കാര്യം മനസ്സിലാവും. വിയർക്കുന്നവൻ്റേതാണ് ലോകം. വിയർപ്പിൻ്റെ അസുഖമുള്ളവൻ വിശ്രമിക്കുകയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു കഥ പറയുകയായിരുന്നു. അദ്ദേഹം സൈക്കിളിൽ ഇങ്ങനെ ഒരു പാടത്തുകൂടി പോകുമ്പോൾ കുറേ മനുഷ്യർ ഒരിടത്ത് കൂടി നിൽക്കുന്നു. ആ കൂടി നിൽക്കുന്നത് കണ്ട്, പാടത്ത് പണിയെടുക്കുന്നതും കണ്ട് അദ്ദേഹം ഉൾപ്പെടെ അവിടെ ഇറങ്ങി നിന്നു. അവിടെ ഇറങ്ങി നിന്നിട്ട് ആ പാടത്തേക്ക് നോക്കിയപ്പോൾ 4-5 ബംഗാളികളിൽ നിന്ന് വിത്തിടുകയാണ്. മലയാളികളായ ഒരുപാട് മഹാമനുഷ്യന്മാർ കരയ്ക്ക് നിൽപ്പുണ്ട്. അത് പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് അവരവിടെ കൂടി നിൽക്കുകയാണ്. ഏതോ പാടശേഖര സമിതിയുടെ വിത്തിടിയിലോ മറ്റോ ആണ് നടക്കുന്നത്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ദൃശ്യമാധ്യമങ്ങളെത്തി. ഈ മലയാളികളായ ആളുകളെല്ലാവരും ദൃശ്യമാധ്യമത്തിന് മുമ്പിൽ നിന്ന് വാചകങ്ങൾ പറഞ്ഞ് നല്ല ബൈറ്റ് കൊടുത്തു. അവിടെ നിൽക്കുന്നവരുടെ എല്ലാം പേര് പറഞ്ഞു. രാഘവൻ, നജീബ്, മുജീർ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. കാരണം ആ നിൽക്കുന്നതിൽ ഒരു പേര് കുറഞ്ഞു പോയാൽ ഈ സംഘാടക സമിതിയിൽ അടിയുണ്ടാവും. ഇത് ചെയ്യുമ്പോൾ ഇല്ലേ വിത്തിട്ടുകൊണ്ടിരിക്കുന്ന ബംഗാളി ഒന്ന് ഉയർന്ന് നോക്കിയതിന് ശേഷം വീണ്ടും അവൻ്റെ പണി തുടർന്നു. എൻ്റെ സുഹൃത്ത് അവിടെ തന്നെ നിന്നു. ദൃശ്യമാധ്യമ ചാനലുകൾ പോയതിന് ശേഷം ഈ ആൾക്കൂട്ടവും പിരിഞ്ഞു തുടങ്ങി. അദ്ദേഹം അവിടെ നിന്ന് ഈ ബംഗാളികളായ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. എല്ലാ മാസവും 10-25,000 രൂപ നാട്ടിലേക്ക് അയക്കും. അവിടെ കുടുംബമുണ്ട്, അവിടെ കഷ്ടപ്പാടുണ്ട്. അവർക്ക് അവധിയെടുക്കുന്ന ഒരു ദിവസമെന്ന് പറയുന്നത് തുണി കഴുകാനും അതോടൊപ്പം ബാങ്കിൽ കാശെടുക്കാൻ പോകാനുമൊക്കെ ആവശ്യം വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവർ അവധിയെടുക്കുന്നത്. ബാക്കി ദിവസങ്ങളിലെല്ലാം അവർ പണിയെടുക്കും. നമ്മുടെ മലയാളികളായ വർക്കിംഗ് ഫോഴ്സിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 2 ദിവസം പണിഞ്ഞാൽ 3 ദിവസം പണിക്ക് പോകില്ല. അതുപോലെ തന്നെ കുളിക്കുന്നതിന് മുമ്പും മുഴക്കോല് വൃത്തിയാക്കുന്നതിന് മുമ്പും പണിയായുധങ്ങൾ ശരിയാക്കുന്നതിന് മുമ്പും അതേ അവസ്ഥയിൽ ഓടുന്നത് ബിവറേജസ് കോർപ്പറേഷൻ്റെ മുന്നിലേക്കാണ്. 2000 രൂപ കിട്ടുന്നതിൽ നിന്ന് ഒരു 1000 രൂപയ്ക്ക് കുപ്പി വാങ്ങും. 2 ലോട്ടറി ടിക്കറ്റും എടുക്കും. ഇത് കഴിഞ്ഞ് ഇതും കൊണ്ടുപോയി കുടിച്ചേച്ച് കിടന്നാൽ അടുത്ത ദിവസം രാവിലെ ഹാങ് ഓവറാണ്, തലയ്ക്ക് പെരുപ്പാണ്, പുറത്തിന് പൊളപ്പാണ്. പിന്നെ വീട്ടുകാരൻ വന്ന് താരാട്ടുപാട്ട് പാടി പണിക്ക് വിളിച്ചുകൊണ്ട് പോകണം. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലോ മക്കൾ പഠിക്കുന്ന കടം, വീട് വെച്ച ബാധ്യത, ഓണത്തിന് വാങ്ങിച്ച കൈപ്പലിശ, പിന്നെ അല്ലാത്ത വായ്പാ പലിശ, ഇതിലെല്ലാം കിടന്ന് നട്ടക്കണ്ണി കറങ്ങുന്നതോടൊപ്പം ഏതെങ്കിലും രോഗം വന്നാൽ ഇത് മുഴുവൻ തകർന്ന് പിന്നെ വീഡിയോ ഇടണം, വീടുകളിൽ പോയി കൈനീട്ടണം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇക്കൂട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധരുണ്ടാവാം. അത് മലയാളികളിലില്ലേ, അത് മറ്റുള്ള സ്ഥലങ്ങളിലില്ലേ. അപ്പോൾ അവരിവിടെ അതിഥി തൊഴിലാളികളായി വന്ന് ഉടമകളായി മാറുന്ന കാഴ്ചകൾ കണ്ടു തുടങ്ങിയതുകൊണ്ടാണ് മാതൃഭൂമി പുറത്തുവിട്ട ഈ വാർത്തയിൽ എനിക്ക് കൗതുകം തോന്നിയത്. ഇതിൽ ഞെട്ടാനൊന്നുമില്ല. ഇതേ അവസ്ഥയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിലെ ആളുകൾ അവിടെ പണിക്ക് പോയി, അവർ കടയെടുത്തു. ഈ കട ഉടമയെയും അല്ലെങ്കിൽ അവിടുത്തെ സ്പോൺസറേയും നമ്മളിങ്ങനെ മുതലാളിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ കാശ് ചെയ്യുന്നു, ലാഭം എടുക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, ഇവിടെ കെട്ടിപ്പടുക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും കൈമണി അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അവർക്ക് സ്വദേശീവൽക്കരണവും മറ്റുമൊക്കെ വന്ന് വിദ്യാഭ്യാസം നേടിയപ്പോൾ നമ്മുടെ ആളുകളുടെ സ്ഥിതി പ്രതിസന്ധിയിലായി. അവരൊരു അപ്വേർഡ് ഗ്രോത്തിലാണ്. പക്ഷേ നമ്മുടെ ഗ്രോത്ത് ഡൗൺവേർഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചോദിക്കും, മലയാളികൾ ആരും പണി ചെയ്യുന്നില്ലേ? മിടുക്കന്മാരായ ആളുകൾ വേറെ രാജ്യങ്ങളിൽ പോയി കുടുംബമായി അവിടെ താമസിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ എക്കോണമി ഡ്രെയിൻ ചെയ്യുകയാണ്. ഇനി ഈ അക്രത്തിൻ്റെ കഥയിലേക്ക് വന്നാൽ അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ബർദ്വാൻ സ്വദേശിയാണ്.
ഇമ്രാൻ കൊൽക്കട്ട ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ തിരൂരിൽ മലയാള ഭാഷാ പിതാവിൻ്റെ തിരുമുറ്റത്ത് പക്ക ബംഗാളി സ്റ്റൈലിലുള്ള ഭക്ഷണം. ഉടമ മാത്രമല്ല, തൊഴിലാളികളും ബോർഡും മെനുവുമൊക്കെ ബംഗാളിയിൽ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരിൽ ബംഗാളികളുമുണ്ട്. തിരൂർ ബസ് സ്റ്റാൻഡ് ചെമ്പ്ര റോഡിൽ കോട്ട് AM UP സ്കൂളിന് സമീപമാണ് ഇമ്രാൻ കൊൽക്കട്ട ഹോട്ടൽ. ബംഗാളിൽ നിന്നും കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാണ് അക്രം ഇവിടെ എത്തിയത്. ഇടയ്ക്ക് തൊഴിലാളികൾക്ക് മെസ്സിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഹോട്ടൽ തുടങ്ങണമെന്ന് വിചാരിച്ചത്. 3 ലക്ഷത്തോളം രൂപയായിരുന്നു ഹോട്ടലിന് മുടക്ക്. അതിൽ കുറേ കാശ് അവൻ സമ്പാദിച്ചു. അത് സ്വരുക്കൂട്ടി എല്ലാം ഇട്ടു. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനൊക്കെ നിക്ഷേപിച്ചു. പക്ഷേ സമയത്തൊന്നും കാശ് കിട്ടിയില്ല. പിന്നെ അവൻ്റെ പിതാവ് കാശ് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. ബംഗാളി ചായ, ബംഗാളി സമൂസ, ബംഗാളി മസാല ബോണ്ട, ബംഗാളി ബിരിയാണി, ബംഗാളി ബീഫ്, ഇതൊക്കെയാണ് അവൻ പ്രധാനമായി ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണിക്ക് 100 രൂപയും ബീഫ് ബിരിയാണിക്ക് 120 രൂപയുമാണ് വില. ബംഗാളി പൊറോട്ട ഉടൻ തുടങ്ങും. ഇതാണ് സ്ഥിതിവിശേഷം. നമ്മൾ അവരോട് കലിച്ചതുകൊണ്ടോ കടിച്ചതുകൊണ്ടോ യാതൊരു കാര്യമില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനി നമ്മുടെ നാടുകളിലൊക്കെയും സംഭവിക്കുക തന്നെ ചെയ്യും.